1 ശമൂവേൽ 5-ാം അധ്യായം. ബാരക്കുമോർ ഫിലിസ്ത്യ ദൈവത്തിന്റെ പെട്ടകമെടുത്തു അതിനെ എബ്സേരിൽ നിന്നു അസ്തോദിലേക്ക് കൊണ്ടുപോയി. ഫിലിസ്ത്യ ദൈവത്തിന്റെ പെട്ടകമെടുത്തു ദോഗിന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്നു ദാഗോന്റെ അരികെ വെച്ചു. പിറ്റേന്നാൾ രാവിലെ അസ്തോത്യർ എഴുന്നേറ്റപ്പോൾ ദാഗോർ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ കമിഴ്ന്നു വീണു കിടക്കുന്നത് കണ്ടു. അവർ ദാഗോനെ എടുത്തു വീണ്ടും അവന്റെ സ്ഥാനത്ത് നിർത്തി. പിറ്റന്നാൾ രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ കവിണ്ണു വീണു കിടക്കുന്നത് കണ്ടു. ദാഗോന്റെ തലയും അവന്റെ കൈപ്പത്തിയും ഉമ്മരിപ്പടിമേൽ മുറിഞ്ഞു കിടന്നു. ദാഗോന്റെ ഉടൽ മാത്രം ശേഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദാഗോന്റെ പുരോഹിതന്മാരും ദാഗോന്റെ ക്ഷേത്രത്തിൽ കിടന്നവരും അസ്തോദിൽ ദാഗോന്റെ ഉമ്മരപ്പടിമേൽ നിന്നും ചവിട്ടുമാറില്ല. എന്നാൽ യഹോവയുടെ കൈ അസ്തോദിന്റെ മേൽ ഭാരമായിരുന്നു. അവൻ അവരെ ശൂന്യമാക്കി. അസ്തോദിനും അതിന്റെ അതിരുകളിലും ഉള്ളവരെ മൂലരോഗത്താൽ ബാധിച്ചു. അങ്ങനെ ഭവിച്ചതു അസ്തോദ്യർ കണ്ടിട്ടു, ഇസ്രായേലിലെ ദൈവത്തിന്റെ പേടകം നമ്മുടെ അടുക്കൽ ഇരിക്കരുത്. അവന്റെ കൈ നമ്മുടെ മേലും നമ്മുടെ ദേവന്മാരായ ദാഗോന്റെ മേലും കഠിനമായിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവർ ആളയച്ചു ഫിലിസ്ത്യരോട് സകല പ്രഭുക്കന്മാരെയും വിളിച്ചുകൂട്ടി. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം സംബന്ധിച്ചു നാം എന്ത് ചെയ്യണ്ടോ എന്ന് ചോദിച്ചു. അതിനു അവർ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം ഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം കൊണ്ടുപോയി. അവർ അത് കൊണ്ടുചെന്ന ശേഷം ഏറ്റവും വലിയൊരു പരിഭ്രമം ഉണ്ടാകാത്ത വണ്ണം യഹോവയുടെ കൈ ആ പട്ടണത്തിനും വിരോധമായി തീർന്നു. അവൻ പട്ടണക്കാരെ ആബാലബദ്ധം ബാധിച്ചു. അവർക്ക് മൂലരോഗം തുടങ്ങി. അതുകൊണ്ടോ അവർ ദൈവത്തിന്റെ പെട്ടകം എക്രോനിലേക്ക് കൊടുത്തയച്ചു. ദൈവത്തിന്റെ പേടകം എക്രോനിലെത്തിയപ്പോൾ എക്രോനിയർ നമ്മെയും നമുക്കുള്ളവരെയും കൊല്ലുവാൻ അവർ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മുടെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു നിലവിളിച്ചു. അവർ ആളയച്ച് ഫിലിസ്ത്യരുടെ സകല പ്രഭുക്കന്മാരെയും കൂട്ടിവരുത്തി, ഇസ്രായേലരുടെ ദൈവത്തിന്റെ പേടകം നമ്മെയും നമ്മുടെ ജനത്തെയും കൊല്ലാതിരിക്കേണ്ടതിനും അതിനെ വിട്ടയച്ചു കളയണം. അത് വീണ്ടും അതിന്റെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു. ആ പട്ടണത്തിലെങ്ങും മരണകരമായ പരിഭ്രമം ഉണ്ടായി. ദൈവത്തിന്റെ കൈ അവിടെയും അതിഭാരമായിരുന്നു. മരിക്കാതിരിക്കുന്നവർ മൂലരോഗത്താൽ ബാധിതരായി. പട്ടണത്തിലെ നിലവിളി ആകാശത്തിൽ കയറി. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ.